രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. 1772 ബംഗാളിലെ രാധാനഗറിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് രാജാറാം മോഹൻ റോയിയാണ്. 1830 ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റോയ് ആരംഭിച്ചു. റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയത് മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബർ ഷാ രണ്ടാമനാണ്. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെന്റിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. 1829 ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ജീസസിന്റെ കൽപ്പനകൾ അഥവാ പ്രീസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവാഹിദീൻ അഥവാ ഗിഫ്റ്റ് മോണോത്തീസ് എന്നീ പുസ്തകങ്ങൾ രാജാറാം മോഹൻ റോയിയുടേതാണ്. രാജാറാം മോഹൻ റോയ് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. രാജാറാം മോഹൻ റോയ് ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് വജ്രസൂചി. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ്. കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. 1825 കൊൽക്കത്തയിൽ വേദാന്ത കോളേജും 1815 ആത്മീയ സഭയും രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചു. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. 1828 ബ്രഹ്മസഭ എന്ന പേരിലാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കപ്പെട്ടത്. 1830 മുതൽ ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരികയാണ് സംവാദ് കൗമുദി. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപരായിരുന്നു രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം വഹിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ, കേശബ് ചന്ദ്ര സെൻ എന്നിവരാണ്. 1866 ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞു. 1878 സാധാരണ ബ്രഹ്മസമാജം രൂപീകരിക്കപ്പെട്ടു. ആദി ബ്രഹ്മസമാജത്തിന് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് കേശബ് ചന്ദ്ര സെന്നും നേതൃത്വം നൽകി. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദ മോഹൻ ബോസ്, ശിവാനന്ദ ശാസ്ത്രി എന്നിവരാണ്. 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വച്ചാണ് രാജാറാം മോഹൻ റോയ് അന്തരിച്ചത്. റാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ. 1863 ജനുവരി 12 സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം യുവജന ദിനമായി ആഘോഷിക്കുന്നു. വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ.
1893 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്തത്. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളിയാണ് രാജാ രവിവർമ്മ. ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ചക്രവാത സദൃശനായ ഹിന്ദു എന്നാണ്. 1899 1900 പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ പ്രഭാഷണത്തിൽ ആകൃഷ്ടയായി വിവേകാനന്ദന്റെ ശിഷ്യയായി തീർന്ന ബ്രിട്ടീഷ് യുവതിയാണ് സിസ്റ്റർ നിവേദിത. മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നായിരുന്നു നിവേദിതയുടെ ആദ്യകാല നാമം. സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യനായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി. 1894 സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടനയാണ് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. വിവേകാനന്ദ പ്രതിമ കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്നു. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന് പ്രസ്താവിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് നൽകിയ ആഹ്വാനമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. 1892 വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. പ്രബുദ്ധ ഭാരതം, ഉദ്ബോധൻ എന്നിവ സ്വാമി വിവേകാനന്ദന്റെ പ്രമുഖ പത്രങ്ങളാണ്. സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധമായ വാക്യങ്ങൾ: ദരിദ്രരോട് അനുതാപമുള്ളവനെ ഞാൻ മഹാത്മാവെന്ന് വിളിക്കും, മറിച്ചുള്ളവനെ ദുരാത്മാവെന്നും. സംഘടന ശക്തിയാണ്, അതിന്റെ രഹസ്യം അച്ചടക്കത്തിലാണ്. സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഫുട്ബോൾ കളിയാണ്. ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിനാവശ്യം. പട്ടിണി കിടക്കുന്നവനോട് മതബോധന നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ്. ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, വിവേകമാണ്. 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നു. ഗദ്ദാധർ ചാറ്റർജി എന്നതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിന്റെ പത്നി ശാരദാമണി. മാനവസേവയാണ് ഈശ്വരസേവ എന്ന് അഭിപ്രായപ്പെട്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവചരിത്രം ഇംഗ്ലീഷിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പ്രതാപ് ചന്ദ്ര മജുംദാറാണ്. 1881 വിവേകാനന്ദൻ ആദ്യമായി ശ്രീരാമകൃഷ്ണ പരമഹംസനെ സന്ദർശിച്ചു. 1886 ഓഗസ്റ്റ് 16 ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായി. ശ്രീരാമകൃഷ്ണ പരമഹംസരോടുള്ള ആദരസൂചകമായി സ്വാമി വിവേകാനന്ദൻ 1897 സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ. ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ബേലൂരിൽ സ്ഥിതി ചെയ്യുന്നു. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം. 1824 ഗുജറാത്തിലെ തങ്കാരയിലാണ് ദയാനന്ദ സരസ്വതി ജനിച്ചത്. ഇന്ത്യയുടെ പിതാമഹൻ, ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നിങ്ങനെ ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നു. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് മൂൽശങ്കർ എന്നാണ്. മൂൽശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന്റെ ഗുരുവായ സ്വാമി വിർജാനന്ദയാണ്. 1875 ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചു. ആര്യ സമാജത്തിന്റെ ആസ്ഥാനം ബോംബെ ആയിരുന്നു. ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ച സംഘടനയാണ് ആര്യ സമാജം.
10 സിദ്ധാന്തങ്ങൾ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തു. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ദയാനന്ദ സരസ്വതിയാണ്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ടിബറ്റിൽ നിന്നാണെന്ന് ദയാനന്ദ സരസ്വതി അഭിപ്രായപ്പെട്ടു. വേദഭാഷ്യം, വേദഭാഷ്യ ഭൂമിക എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിച്ചത് ഹിന്ദി ഭാഷയിലാണ്. ദയാനന്ദ സരസ്വതി ആരംഭിച്ച പത്രമാണ് ആര്യപ്രകാശം. സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ എന്നീ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി പ്രസ്താവിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്. ജോധ്പൂർ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തുകയും അവിടെ വെച്ച് വിഷം കലർന്ന ആഹാരം കഴിച്ച് സ്വാമി ദയാനന്ദ സരസ്വതി മരിക്കുകയും ചെയ്തു. 1883 ദയാനന്ദ സരസ്വതി അന്തരിച്ചത്. 1886 ലാല ഹൻസ്രാജ് ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചു. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് രാമലിംഗ അടികൾ. 1867 ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചു. ഹിന്ദുമത ചിന്തകളെയും അനുഷ്ഠാനങ്ങളെയും ആധുനിക വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ പരിഷ്കരിക്കുക എന്നതായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ ലക്ഷ്യം. MG റാനഡെ, RG ഭണ്ഡാർക്കർ, KT തലാങ് എന്നിവരായിരുന്നു പ്രാർത്ഥനാ സമാജത്തിന്റെ മറ്റു നേതാക്കൾ. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെയാണ്. ഗോവിന്ദറാവു ഫുലെ എന്ന പേരിലും ജ്യോതിറാവു ഫുലെ അറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വിപ്ലവകരമായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. 1873 മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ജ്യോതിറാവു ഫുലെയാണ്. ഗുലാംഗിരി എന്ന വാക്കിനർത്ഥം അടിമത്തം. ഡോക്ടർ BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ജ്യോതിറാവു ഫുലെ. ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജ്യോതിറാവു ഫുലെയെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീർ ആണ്. ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് മിതൽ റാവു കൃഷ്ണജി പണ്ടേക്കർ ആണ്. 1888 ജ്യോതിറാവു ഫുലെക്ക് മഹാത്മാ എന്ന ബഹുമതി ലഭിച്ചത്. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് വീരേശലിംഗം പന്തലു ആണ്. 1874 വീരേശലിംഗം പന്തലു വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചു. ഹിതകാരിണി സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു ആണ്. 1892 വീരേശലിംഗം പന്തലു മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചു. ഇന്ത്യയിൽ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകർ ചിരാഗ് അലി, നാസിർ അഹമ്മദ് എന്നിവരായിരുന്നു. 1875 സയ്യിദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. 1920 ഇത് അലിഗഡ് യൂണിവേഴ്സിറ്റിയായി മാറി.
ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ചത് സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. കോൺഗ്രസിന്റെ രൂപീകരണത്തെ എതിർത്ത് 1888 സയ്യിദ് അഹമ്മദ് ഖാൻ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചു. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ അവാർഡ് നേടിയ ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പത്രമാണ് തഹ്സീബ് ഉൽ അഖ്ലാഖ്. സംഘടനകളും സ്ഥാപകരും: 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചു. 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസഭ സ്ഥാപിച്ചു. 1830 ബ്രഹ്മസഭയുടെ പേര് ബ്രഹ്മസമാജം എന്നാക്കി മാറ്റി. ശുദ്ധി പ്രസ്ഥാനം, ആര്യ സമാജം എന്നിവ സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. 1866 ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും 1876 സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ അസോസിയേഷനും സ്ഥാപിച്ചു. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ 1888 സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. വേദാന്ത സൊസൈറ്റി, ശ്രീരാമകൃഷ്ണ മിഷൻ എന്നിവ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യ ഹൗസ്, ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ. ഹരിജൻ സേവാ സംഘം സ്ഥാപിച്ചത് ഗാന്ധിജിയാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. മഹാദേവ ഗോവിന്ദ റാനഡെ സ്ഥാപിച്ച സംഘടനകൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, പൂന സാർവജനിക് സഭ എന്നിവയാണ്. ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. മദ്രാസ് മഹാജന സഭ എം വീരരാഘവാചാരി സ്ഥാപിച്ചു. ഓൾ ഇന്ത്യ കിസാൻ സഭ ലക്നൌവിൽ സ്ഥാപിച്ചത് സ്വാമി സഹജാനന്ദ സരസ്വതിയാണ്. നവവിധാൻ, ഇന്ത്യൻ റിംഫോഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സ്ഥാപകൻ കേശവചന്ദ്ര സെന്നാണ്. തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ. നവജവാൻ ഭാരത് സഭ ഭഗത് സിംഗും സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെയും സ്ഥാപിച്ചു. സർവോദയ പ്രസ്ഥാനം സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായൺ. മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ഡോക്ടർ BR അംബേദ്കർ ആണ്. 1916 ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ആനി ബസന്റ്, ബാലഗംഗാധര തിലകൻ എന്നിവരാണ്. സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് അശ്വനി കുമാർ ദത്താണ്. 1911 സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് NM ജോഷി. 1945 മുംബൈയിൽ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഡോക്ടർ BR അംബേദ്കർ.